പോലെ ആയിരിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പോഴും നീര് കെട്ടിവെച്ചിരിക്കുന്ന ഒരു തോട്ടം പോലെ നമ്മൾ ആയിരിക്കുമ്പോൾ ആ തോട്ടിൽ നിന്ന് നമുക്ക് ഫലമുള്ളതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, എപ്പോഴും നമ്മളെ പരിപാലിക്കുന്നു, എപ്പോഴും നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മളിലൂടെ കൂടെ കർത്താവിന് മഹത്വം ഉണ്ടാകണമെന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. സ്തോത്രം. അതിനു വേണ്ടിയിട്ടാണ് ദൈവാത്മാവ് നമുക്ക് വാഗ്ദത്തം ഇങ്ങനെ നൽകിയിരിക്കുന്നു, നീ നീരുള്ള തോട്ടം പോലെ ആയിരിക്കുവാൻ. സ്തോത്രം. പലപ്പോഴും നമ്മൾ ഈ കേരളത്തിലെ അന്തരീക്ഷത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. ഒരു ഭൂമിയെ ആദ്യം നമുക്ക് നന്നാക്കി എടുക്കണമെങ്കിൽ we must spend our time. Hallelujah. ഒരു തോട്ടം ആയി ഒരു സ്ഥലം തയ്യാറായി വരാന് അത് ഇമ്മീഡിയറ്റ്ലി ആകത്തില്ല പ്രിയമുള്ളവരെ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പരിശ്രമിക്കണം. നമുക്കുള്ള ശക്തി അല്ലെ നമുക്കുള്ള ആരോഗ്യം നമുക്കുള്ള മൈൻഡ് എല്ലാം ആ തോട്ടത്തിന് മേൽ അല്ലെ ആ സ്ഥലത്തിന് മേൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ രാത്രിയും പകലും അതിന് ആന്ധ്രയിലാണെങ്കിൽ കർണാടകയിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ നീര് അതിനെ ആദ്യം വെട്ടി അതിന് സ്മൂത്ത് ആക്കും. സ്തോത്രം. അത് നല്ല ഹാർഡായിട്ടുള്ള ഒരു പറമ്പായിരിക്കും, നല്ല ഹാർഡായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തിക്ക് കിട്ടിയ ആ സ്ഥലത്തെ കുറിച്ച് അവർക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ഉദ്ദേശപ്രകാരമുള്ളതായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോ നമ്മൾ ഓരോരുത്തരും ദൈവം വിളിക്കുന്നത് നന്മയുള്ള തോട്ടേനി. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവം നമ്മളെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെ നമ്മളെ ഫലമുള്ള തോട്ടമാകാൻ വേണ്ടിയുള്ള ക്രമങ്ങൾ അല്ലെ ക്രിയകൾ അതിനകത്ത് നടത്തുന്നതിന് നമ്മൾ വിശ്വസിക്കേണ്ടവരാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു തോട്ടമുള്ളവരെ അതിന് നമുക്ക് ഒരു ഓർഡർ ഉണ്ട്. അതിനനുസരിച്ച വിത്തിന് ശേഷം അതിന് വെറുതെ നമ്മൾ വിടത്തില്ല. രാത്രിയും പകൽ അതിനാവശ്യമുള്ള വെള്ളം അതിനെ നമ്മൾ ക്രമീകരിച്ചു കൊടുക്കും. സ്തോത്രം. ആ വെള്ളം ക്രമീകരിക്കുമ്പോൾ അധികമാകാൻ പാടില്ല, അതുപോലെ തന്നെ കുറവാകാനും പാടില്ല. അതിന് ആവശ്യമുള്ളത് മാത്രമേ ആ തോട്ടക്കാരൻ അതിന് കൊടുക്കാറുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോ അതിനാവശ്യമുള്ള നന്മകൾ അതിന് ലഭിക്കുമ്പോഴാണ് ആ വിത്ത് കിളുത്ത് അത് പിന്നെ ചെടികളായി വളരാൻ തുടങ്ങും. സ്തോത്രം. അതിന് ഇമ്മീഡിയറ്റ്ലി ഒരു രാത്രി കൊണ്ട് വിത്ത് പിറ്റേ ദിവസം അതിന് ഫലമില്ല. പക്ഷേ അതിനു വേണ്ടി ആ തോട്ടക്കാരന് കവലയായി പരിശ്രമിച്ചുകൊണ്ട് കൂടെ വൻ കാര്യങ്ങൾ ദൈവം ചെയ്യണമെന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഫലം ആയി വിരിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം നമ്മളെ കുറിച്ച് പദ്ധതി പ്രകാരം നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും കിട്ടുന്ന നന്മകൾ ഒരു പക്ഷേ ഇത്രയാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പ്രതീക്ഷയുണ്ട്, ഇത് വളരും, ഇത് ഫലം കായും, ഇത് എന്റെ കരങ്ങളിലേക്ക് വരും, ഇത് ഞാൻ ആസ്വാദിക്കോ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രതീക്ഷയോടാണ് സ്വർഗത്തിലെ പിതാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഓരോരുത്തരും ദൈവസന്നിധിയിലും നീരുള്ള തോട്ടയായിട്ട് ആ പ്രോസസ് എന്താണെന്നത് ഒരു വിശ്വാസ ജീവിതത്തിൽ ആ പ്രോസസ് എന്താണെന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി ഇന്ന് പലകാലം ദൈവസന്നിധിയിൽ വെച്ച് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ഒരു സാധാരണ പ്രകൃതിപരമായ ഒരു തോട്ടക്കാരനക്ക് തന്റെ തോട്ടത്തിനെ കുറിച്ച് ഒരു വലിയ പദ്ധതി 13-ാം അധ്യായത്തിന്റെ 14-ാം വചനം വായിക്കാം. 1 ദിനവൃത്താന്തം. ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ കുടുംബത്തോടു കൂടെ 3 മാസം അവന്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ആമേൻ. സ്തോത്രം. దేవుని మందసము ఒబేదెదోము ఇంటిలో అతని కుటుంబము వద్ద 3 నెలలు ఉండగത്ത് ദൈവത്തിന്റെ മലയാളത്തിൽ എന്താ പറയുന്നത്? മന്ദസം അല്ലേ? ദൈവത്തിന്റെ പെട്ടകം ഉണ്ടായിരുന്നു. ആ ഭവനത്തിന്റെ അകത്ത് പെട്ടകം ഉള്ളത് കൊണ്ടും 3 മാസത്തെ ദൈവം എന്ത് ചെയ്തു? ആ ഭവനത്തെ അനുഗ്രഹിച്ചു. സ്തോത്രം. ആ ഭവനം മാത്രമല്ല, അവനക്കുള്ള സകല സ്വത്തു എല്ലാത്തിനും ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. ഒബേദെദോം ദൈവസന്നിധിയില് നീതിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവം ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ ഒബേദെദോമിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു. സ്തോത്രം. താനും
ഏൽപ്പിച്ച തലാന്തുകൾ കൊണ്ട് ദൈവസന്നിധിയിൽ എന്നും പാടി ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മനുഷ്യനെ കുറിച്ച് വായിക്കുവാൻ ഇടയായിരുന്നു. സ്തോത്രം. താൻ ഈ ലോകത്തിൽ പ്രഖ്യാതിയുള്ള ഒരു മനുഷ്യനല്ല, അല്ല പേര് പ്രതിഷ്ഠയുള്ള ഒരു വ്യക്തിയല്ല. എന്നാൽ തന്നെ ദൈവം വിളിച്ചു വെറുതിരിച്ച് ദൈവത്താൽ ഞാൻ നയിക്കപ്പെട്ടു ഈ ഒബേദെദോം ഭവനത്തിലേക്ക് ദൈവത്തിന്റെ പെട്ടകം വന്നപ്പോ തന്റെ ഭവനത്തെയും തന്റെ ഭവനത്തിലുള്ള സകല സ്വത്ത് സകല സമ്പത്തിന് ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. ഓൺലി 3 monthsനകത്താണ് ഈ വലിയ പ്രവൃത്തി കാണാൻ സാധിച്ചത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും എത്ര നാളായിട്ട് ദൈവത്തെ സേവിക്കാൻ തുടങ്ങി, എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നു, എത്രത്തോളം നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട സ്ഥിതി നമുക്കുണ്ട്. യേശുവിനെ വിശ്വസിച്ചെന്ന് പറഞ്ഞത് കൊണ്ട് യേശു അനുഗ്രഹിക്കുകയില്ല. പ്രിയമുള്ളവരെ, അതിലൂടെ യേശുവിനെ വിശ്വസിച്ചെങ്കിൽ രക്ഷയുണ്ട്. പക്ഷെ അനുഗ്രഹമോ സ്വത്ത് സമ്പത്ത് ഇതെല്ലാം വേണമെങ്കിൽ ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ നടന്നാലേ അത് പ്രാപിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. യേശു ആരും നിന്നെ അനുഗ്രഹിക്കുവാൻ വിളിച്ചിട്ടില്ല, നിന്നെ ഈ സ്വത്തുകൾ മാനിക്കുവാൻ വിളിച്ചിട്ടില്ല. പക്ഷെ എന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുള്ളതാണ് യേശു കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ആ യേശു കർത്താവിനെ അനുഗമിക്കുന്ന ഏവർക്കും എന്തുണ്ട്? രക്ഷയുണ്ട്. അതിനോടൊപ്പം സകല അനുഗ്രഹങ്ങളും ഉണ്ടെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഒബേദെദോമിന്റെ ജീവിതത്തിൽ ദൈവത്തോട് ശ്രേഷ്ഠരാണ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. കേവലം വായിക്കുന്നത്, കേവലം ധ്യാനിക്കുന്നത് മാത്രമല്ല, വചനപ്രകാരം ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. ഹല്ലേലൂയ. അതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ കർത്തൃമേശയുണ്ടല്ലോ. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തില് അനുഗ്രഹമല്ല. ഹല്ലേലൂയ. അതിന് ഉദാഹരണമായിട്ട് തന്നെ ഇതേ അധ്യായത്തിലോ ചില സംഭവങ്ങൾ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് ആ വചനങ്ങൾ കൂടെ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിന്റെ തന്നെ 7-ാം വചനം തൊട്ട് താഴെയുള്ള വചനങ്ങൾ വായിക്കാം. അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസ്സയും അഹ്യോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടി കിന്നരം, വീണ, കപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു. അവർ കീദോൻ കടത്തിന് സമീപം എത്തിയപ്പോ കാള വിരളുകൊണ്ട് ഉസ്സ പെട്ടകം പിടിപ്പാൻ കൈ നീട്ടി. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ തന്റെ കൈ പെട്ടകത്തിങ്കിലേക്ക് നീട്ടിയത് കൊണ്ട് അവനെ ബാധിച്ചു. അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. സ്തോത്രം. ഇവിടെ നമ്മളെ വായിച്ച ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ ഭവനത്തില് ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ ഈ വചനത്തില് എവിടെ രാജ്യത്തില് വെച്ച് അല്ലെ യെരൂശലേമില് വെച്ച് ദാവീദ് പട്ടണത്തില് വെച്ച് താൻ സന്തോഷിക്കുന്നു. തന്റെ സ്വന്തം സ്ഥലത്ത് ദൈവത്തിന്റെ പെട്ടകം ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിച്ച് എന്ത് ചെയ്തു? പെട്ടകം കൊണ്ടുവരാൻ കൽപ്പിച്ചപ്പോ അബീനാദാബിന്റെ ഭവനത്തിൽ നിന്ന് അത് എടുക്കുവാൻ ഇടയായിരുന്നു. സ്തോത്രം. ആ അബീനാദാബിന്റെ ഭവനത്തിലുള്ള മക്കളായിരുന്നു ഉജ്ജിയായും അഹിയോയും. സ്തോത്രം. ഈ രണ്ടുപേരും ഈ അബീനാദാബിന്റെ മക്കളായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പെട്ടകം കൊണ്ടുവന്ന രീതി നമ്മൾ വായിക്കുന്നെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ അതല്ല ശരിക്കും പെട്ടകത്തെ കൊണ്ടുവരുന്ന പദ്ധതി. സ്തോത്രം. ദാവീദ് രാജാവിന് ദൈവത്തിനെ അനുസരിക്കണോ, ദൈവത്തിനെ സ്തുതിക്കണോ, ദൈവത്തിനെ മഹത്വപ്പെടുത്തണോ, പെട്ടകം എന്റെ ഭവനത്തിലുണ്ടെങ്കിൽ എനിക്ക് സകല അനുഗ്രഹങ്ങളും സന്തോഷം എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ച് ദാവീദ് രാജാവ് എന്ത് ചെയ്തു? ആ എക്സൈറ്റ്മെന്റില് പെട്ടകം കൊണ്ടുവരാൻ കൽപ്പിച്ചു. സ്തോത്രം. പക്ഷെ അത് കൊണ്ടുവരേണ്ട രീതി മറന്നുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. മോശയ്ക്ക് അഹരോനിക്ക് ചില കൽപ്പനകൾ ദൈവം തന്നിട്ടുണ്ട്. പെട്ടകത്തെ ആരെടുക്കണോ, എങ്ങനെ എടുക്കണോ,
അതെങ്ങനെ കൊണ്ടുവരണം, അത് എവിടെ വെക്കണമെന്നത് വളരെ വ്യക്തമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അതൊക്കെ നമുക്ക് ആ പശ്ചാത്തലം ചിന്തിക്കണമെങ്കിൽ സംഖ്യാപുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ദാവീദ് ഇതെല്ലാം മറന്നുപോയിട്ട് താൻ വളരെ ഉത്സാഹത്തോടെ ദൈവത്തിന്റെ പെട്ടകം എന്റെ ഭവനത്തിലേക്ക്, അല്ലെ എന്റെ പട്ടണത്തിലേക്ക് ഒന്നെങ്കിൽ എനിക്ക് അനുഗ്രഹമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് താൻ കൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? പെട്ടകം എടുപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടകം എടുപ്പിച്ച് താൻ ആ പെട്ടകത്തിന് ഒരു കാളവണ്ടിനെ വിളിച്ചിട്ട് അതിന്റെ മേലെ അത് വെച്ച് ചുമന്ന് കൊണ്ടുവരുമ്പോൾ ഇത് ദൈവത്തിന്റെ പദ്ധതിയല്ലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പലപ്പോഴും നമ്മുടെ പാരമ്പര്യമായ ആരാധനയോ പാരമ്പര്യമായ ചിന്തകളോ നമ്മൾ ദൈവത്തെ സേവിക്കുന്നതായിരിക്കും. പക്ഷെ ദൈവം നമുക്കൊരു രീതിയിൽ കൽപ്പന കൽപ്പിച്ചിട്ടുണ്ട്. ദൈവപ്രകാരം, ദൈവത്തിന്റെ വചന പ്രകാരം നമ്മൾ ജീവിക്കേണ്ടവരാണ്. ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് അത് അല്പമായാലും അത് വലിയതായാലും ചെയ്തെങ്കിൽ അവിടെ നമുക്ക് ശിക്ഷയുണ്ടെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ മുമ്പിൽ കർത്തൃമേശയുള്ള പ്രിയമുള്ളവരെ, കർത്തൃമേശയിൽ നമ്മുടെ പങ്കാളികളാകുമ്പോൾ നമ്മൾ വ്യക്തിഗത ജീവിതങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടവർ. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പെട്ടകം മാത്രമേ ചിന്തിക്കുന്നു. പക്ഷെ അതിന് എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ അത് കൊണ്ടുവരണം എന്ന വിഷയം മറന്നുപോയി. ഹല്ലേലൂയ. ആ പെട്ടകം കൊണ്ടുവന്ന, ഹല്ലേലൂയ, അവരെ മാത്രമാണ് അത് എടുക്കേണ്ടതായിരുന്നു. അവരെ മാത്രം അവരത് തന്റെ തോളിൽ കൊണ്ട് വെച്ച് ചുമക്കേണ്ടവരായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള പെട്ടകത്തെ താൻ എടുത്ത് കാലുവണ്ടിയുടെ മേലെ വെച്ച്, ഹല്ലേലൂയ, ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതാ അവർ പാട്ടുകൾ പാടുന്നു, സന്തോഷിക്കുന്നു, ആരാധിക്കുന്നു, തുള്ളി ചാടുന്നു. പക്ഷേ കാലവണ്ടിയുടെ കാല് സ്ലിപ്പായെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതങ്ങനെ നടക്കേണ്ട ഒരു വിഷയമായിരുന്നു. മനുഷ്യർ ചുമക്കേണ്ട ഉള്ള സ്ഥിതിയിൽ കാളവണ്ടി മേലെ വെച്ചത് കൊണ്ടാണ് അതിന്റെ കാൽ അവിടെ സ്ലിപ്പായി. ഹല്ലേലൂയ. അവിടെ അത് സ്ലിപ്പായപ്പോ ഈ അബീനാദാബിന്റെ മകനായ ഉസ്സ പെട്ടെന്ന് കൈനീട്ടിയെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് കൈനീട്ടി അറിയാമോ? താൻ എന്നും തന്റെ ഭവനത്തിൽ ഈ പെട്ടകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നും കാണുന്നപ്പോ എന്തായി? ഒരു അലസത. ഹല്ലേലൂയ. എന്നും കാണുന്നത് ആരാധനയല്ലേ, എന്നും കാണുന്ന പാട്ടുകളല്ലേ, എന്നും കാണുന്ന ഇതേ അല്ലേ, ഇതിന് വെള്ളി പ്രത്യേകത ഒന്നും ഇല്ലല്ലോ. താനും ആ മന്ദസ്സും അല്ല പെട്ടകവും കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ആ പെട്ടകത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കൈ നീറ്റ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കൈ നീച്ചു ഉടനെ അവിടെ സംഭവിച്ചത് എന്നത് വചനത്തിൽ നമ്മൾ വായിച്ചല്ലോ. യഹോവയുടെ കോപം ഉസ്സിയുടെ മേൽ വന്നു, അവൻ അവിടെ തന്നെ വീണുപോയെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ ദൈവാത്മാവ് കാണുന്നു. എങ്ങനെ നമ്മൾ ദൈവത്തെ സേവിക്കുന്നു, ഏത് ഹൃദയത്തോടെ നമ്മൾ ദൈവാലയത്തിൽ കടന്നു വന്നു, അല്ലെ ഏത് ഹൃദയത്തോടെ നമ്മൾ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നു, നമ്മുടെ കൽപ്പന പ്രകാരമാണോ, അല്ലെ നമ്മുടെ ചിന്തകൾ വീണ്ടും മരിച്ചതായിട്ട് കാണുന്നു. ഹല്ലേലൂയ. അന്നേരം ദാവീദിന്റെ ഹൃദയത്തിൽ ഭയം വന്നു. ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് തനിക്ക് ചിന്ത വന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇവൻ ഇവിടെ തന്നെ വീണ് മരിച്ചനി? തന്റെ ഹൃദയത്തിൽ അവിടെ ഭയങ്കര വിപ്രാന്തി തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന. ഹല്ലേലൂയ. അവിടെ വായിക്കാം 11-ാം വചനം തൊട്ട്. യഹോവ ഉസ്സയെ ഛേദിച്ച് ചെയ്ത നിമിത്തം ദാവീദിന്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ആമേൻ. സ്തോത്രം. ദാവീദ് വളരെ ഉത്സാഹത്തോടാണ്, ഭയങ്കര മേളം കൊട്ടു പാട്ടായിട്ടാണ് ഈ പെട്ടകം എടുത്തു യാത്ര തുടങ്ങിയത്. ഹല്ലേലൂയ. തന്റെ ഹൃദയത്തില് ഉള്ള ആഗ്രഹം എന്തെന്ന് പറഞ്ഞ ഈ പെട്ടകം കൊണ്ടുവന്ന് തന്റെ പട്ടണത്തിൽ ദാവീദ് പട്ടണത്തിൽ വെക്കണമെന്നതാണ് തന്റെ ആഗ്രഹമായിരുന്നു. ആരംഭത്തിൽ ഭയങ്കര ഉത്സാഹമായിരുന്നു പ്രിയമുള്ളവരെ, ഭയങ്കര സന്തോഷമായിരുന്നു. ആ സ്ട്രീറ്റുകളെല്ലാം ഭയങ്കര പാട്ട് കൊണ്ട്, ഭയങ്കര സന്തോഷം കൊണ്ട്, ഉത്സാഹം കൊണ്ട് ആ ചാടിത്തുള്ളി ആരാധിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് എവിടെ പോയോ ഇതറിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ സ്ഥിതി തന്റെ ഹൃദയത്തിൽ, അല്ലെ തന്റെ ജീവിതത്തിൽ ഭയങ്കര ഭയം വന്നു. ഹല്ലേലൂയ. താൻ അത് ഇനി ആ പെട്ടകം ഞാൻ എടുക്കത്തില്ല, പെട്ടകം എന്റെ ഭവനത്തിലേക്ക് വേണ്ട, അല്ലെ പെട്ടകം എന്റെ പട്ടണത്തിലേക്ക് വേണ്ട, ഞാൻ ഇനി ഇതിനെ തൊടുത്തില്ല
കൊടുത്തില്ല, ഞാൻ അവിടെ വെച്ചിട്ട് പോയത് അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ നടക്കുന്നത് സർവശക്തനായിരുന്ന ദൈവത്തിന്റെ പുറകിൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. നമ്മൾ ചുമ്മാ ഒരു എല്ലാവരും കാണിക്കുന്നത് പോലെ കാണിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരാ. ഹല്ലേലൂയ. അത് മാത്രം ചെയ്യാനേ നമ്മൾ ചിന്തിക്കണം, അത് മാത്രം ചെയ്യാനേ നമ്മൾ പ്രിപ്പയർ ആകണം. ദൈവഹിതമല്ലാത്തതൊന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് താൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ താൻ ആ പെട്ടകം എടുത്ത് അല്ലെ ആ ദൈവത്തിന്റെ ഉദ്ദേശങ്ങള് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകൾ ഏതാ? ഒരു പക്ഷേ നമ്മൾ കാണുന്ന ഹല്ലേലൂയ ഭൗതികമായ നന്മകൾ ഒരു പക്ഷെ നമുക്ക് അധികം ഇല്ലായിരിക്കാം. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്? ദൈവസന്നിധിയിൽ നമ്മൾ ആത്മീയമായി ഏത് അവസ്ഥയിലും നമ്മളുണ്ട്. നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ഒരു സമയമാണ്. വലിയ വ്യക്തിയല്ല, പ്രശസ്തിയുള്ള വ്യക്തിയല്ല, പ്രഖ്യാതിയുള്ള വ്യക്തിയല്ല, വേറൊന്നുമല്ല. താൻ ഒരു എളിയവനായി ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. താനും ഈ പെട്ടകവും തന്റെ ഭവനത്തിലേക്ക് വന്നപ്പോ താനും വളരെ വിശുദ്ധിയോട് വേർപാടിയോട് വളരെ ക്രമീകരണങ്ങൾ താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് താൻ സ്വീകരിച്ചപ്പോഴാണ് ഹല്ലേലൂയ ഇതാ തന്റെ ജീവിതത്തില് നന്മ കാണാൻ സാധിച്ചു. ഹല്ലേലൂയ. താനും അതുവരെയുള്ള അവസ്ഥകളിൽ അവിടെ ഭേദമാർന്നുവാൻ ദൈവം കൃപ ചെയ്ത്. ഹല്ലേലൂയ. നീരുള്ള തോട്ടം പോലെ തന്റെ സ്ഥിതി മാറ്റുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അതുവരെ താൻ ഒരു വിശ്വാസിയായി, താൻ ഒരു ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയായി, ആരും അറിയാതുള്ള ഒരു വ്യക്തിയായിരുന്നു. എപ്പോൾ താൻ പെട്ടകം തന്റെ കരങ്ങളൊക്കെ സ്വീകരിച്ചോ ആ നിമിഷം തൊട്ട് ദൈവം തന്നെ മാനിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ ഒബേദേദോം തന്റെ ജീവിതത്തിൽ താൻ ഫോളോ ആയ 3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒബേദേദോം ജീവിതത്തിൽ താനും ഈ പെട്ടകത്തോട് കാണിച്ചത് ഹോളിനെസ് ആൻഡ് റിവറൻസ്. ഹല്ലേലൂയ. വിശുദ്ധി, ബഹുമാനം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തോട് പ്രിയമുള്ളവരെ നമുക്ക് എത്ര ഗൗരവമുണ്ട്. ദൈവത്തിന്റെ വചനത്തോട് നമുക്ക് എത്ര വിശുദ്ധി വേർപാടിയോടെ അതിനെ നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ദൈവം ആയതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കുവാൻ വിളിക്കപ്പെട്ട. സ്തോത്രം. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ഇടപെടലുകളും, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്ത, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഏതേൻ തോട്ടിൽ ദൈവം സൃഷ്ടിച്ച 2 മനുഷ്യരെ അവിടെ ആക്കി ആ തോട്ടത്തെ ദൈവം നന്നായിട്ട് പരിപാലിക്കാൻ അവരെ ഏൽപ്പിച്ചപ്പോ അവരെ കണ്ണിനെ ഹല്ലേലൂയ ആകർഷിക്കുവാനും പിശാച് പ്രേരിപ്പിച്ച വിധങ്ങൾ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. തന്റെ മുമ്പിലുള്ള പണം എന്നും അവർ കാണുന്നതാ, അനുദിനം അവർ കാണുന്നതാ. പക്ഷേ അവിടെ എങ്ങനെ അവർ ചതിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നും കാണുന്നത് തന്നെ, പക്ഷെ അതിന്റെ പുറകിലാണ് ട്രിക്സ് അല്ലെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് പിശാച് അവരുടെ മുമ്പിൽ വന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ തോട്ടിൽ ആയിരിക്കുമ്പോൾ നമ്മളെ ഹല്ലേലൂയ ചതിക്കുവാനും നമ്മളെ കർത്താവിന്റെ വഴികളിൽ നിന്ന് മാറ്റുവാനും പല ആകർഷണകൾ ഈ ഭൂമിയിൽ നമുക്ക് കടന്നു വരാം. നമ്മൾ തിരിച്ചറിയണം ഏത് രീതിയിലാണ് ശത്രു തന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ നോക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഊഹിക്കുന്നത്, നമ്മൾ നടക്കുന്ന പാതകള്, നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മുടെ ശൈലിയെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ മാത്രം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. Holiness is the very important in the Bible. Hallelujah. And following the God's instructions. Hallelujah. തന്റെ ജീവിതത്തിൽ ഒബീഡിയൻസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം സഹോദരിയോട് പ്രസംഗിച്ചായിരുന്നല്ലോ, ഒബീഡിയൻസ് is the best thing in our life than sacrifices. ഹല്ലേലൂയ. ഒരു ദഹനബലികൾ അർപ്പിക്കുന്നതിനേക്കാൾ വിധേയത കാണിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ വിധേയതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം എന്താ നമ്മളോട് പറയുന്നത് അത് ചെയ്യുവാനും, ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുവാനും, ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ മാത്രം നമ്മൾ അകപ്പെടുവാനും, ദൈവം നടത്തുന്ന വഴികളിൽ മാത്രം നടക്കുവാനും, ദൈവം തന്നത് മാത്രം നമ്മൾ. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇവിടെ ഒബേദേദോം തന്റെ ജീവിതത്തിൽ വിധേയത ഉള്ളവനായി, ദാവീദ് രാജാവ് ഈ പെട്ടകം ഒബേദേദോം ഭവനത്തിലേക്ക്
സ്വീകരിക്കുവാൻ ഇടയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് റിജക്ട് ചെയ്തില്ല. അത് തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ല പ്രിയമുള്ളവരെ. അത് എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞില്ല പ്രിയമുള്ളവരെ. മന്ദസമുള്ള പല പെട്ടകമുള്ളപ്പോ എത്രത്തോളം സൂക്ഷിക്കണം, എത്രത്തോളം അതിന് പരിപാലിക്കണമെന്ന് നന്നായിട്ടറിയാം. അതെല്ലാം താൻ ചെയ്യുവാനും തന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവരും ഭാഗ്യവാന്മാരെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. താൻ ദൈവം കൽപ്പിച്ച് കൽപ്പന പ്രകാരം ആ പെട്ടകം തന്റെ ഭവനത്തിലായിരിക്കുന്ന അത്ര നാള് അതിന് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഹല്ലേലൂയ. വെറുതെ പെട്ടകം വീട്ടിൽ വെച്ച് ചുമ്മാ ഇരിക്കുന്ന കാലഘട്ടമല്ല പ്രിയമുള്ളവരെ. അന്നത്തെ കാലം പെട്ടകമുള്ള സ്ഥലത്ത് യാഗങ്ങളുണ്ട്, അർപ്പണകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ടൈം ടു ടൈം ചെയ്യേണ്ട ക്രമീകരണങ്ങളുണ്ട്. അതെല്ലാം താൻ ചെയ്തു. കൽപ്പന പ്രകാരം താൻ പെട്ടകത്തെ സൂക്ഷിച്ച് സംരക്ഷിച്ച്, അതുകൊണ്ടാണ് ദൈവം തന്നെ 3 മാസത്തിനകത്ത് തന്നെ എത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആകുവാൻ വെറുതെ കേവലം പാടുന്നത് കൊണ്ടോ കേവലം ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നത് കൊണ്ട് അല്ല. അന്ന് ദിനം, അന്ന് നിമിഷം നമ്മുടെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി വിശുദ്ധിയോടെ വേർപാടിയോടെ നമ്മൾ ജീവിക്കാൻ സംസിദ്ധരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആയപ്പോൾ മാത്രമേ കർത്താവ് നൽകുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടൂ. ഒബേദേദോമും സാക്ഷ്യം ഇന്നും നമ്മൾ വായിക്കുന്നെങ്കിൽ, ഒബേദേദോമിന്റെ ജീവിതം കുറിച്ച് ഇന്നും നമ്മൾ ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ ഒബേദേദോം കാണിച്ച പ്രവൃത്തിയാ. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു സാക്ഷിയായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും ഫലം കായുവാനും അനേകർ കർത്താവിലേക്ക് നയിക്കുവാനും നീരുള്ള നനവുള്ള തോട്ടം പോലെ അനേകർ ആ തോട്ടത്തിന്റെ ഫലം അനുഭവിക്കുന്നവരാക്കി നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആകി തീരണമെങ്കിൽ നിശ്ചയമായി നമ്മൾ